നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വധശിക്ഷ അല്ലെങ്കിൽ പൂർണ്ണമായി നടപ്പിലാകണം എന്നുള്ള ഒരു തരത്തിലാകണമെങ്കിൽ അത് ഹൈക്കോടതി കൂടെ അംഗീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം ഇനി ഗ്രീഷ്മയും ഇനി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഷാരോൺ കൊലക്കേസിൽ ഇപ്പോൾ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്കും മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം കഠിന തടവിനും കോടതി ഒരു മിനിറ്റ്. ഇപ്പോൾ അന്ന് ആ സമയത്ത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മേൽനോട്ടം വഹിച്ചത് ASP ആയിരുന്ന സുൽഫിക്കർ സാർ ഇപ്പോൾ നമ്മോട് ചേർന്നുണ്ട്. സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു നിർണായകമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന്. ഇപ്പോൾ ഈ കോടതി വിധി വരുമ്പോൾ എന്താണ് തോന്നുന്നത്? കോടതി വിധി വരുമ്പോൾ കോടതി വിധി സമൂഹത്തിന് വളരെ വലിയൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മരണപ്പെട്ട ഷാരോൺ രാജിൻ്റെ കുടുംബത്തിന് ഏറ്റവും ആശ്വാസകരമായ വിധിയാണ് ഈ കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അന്ന് ഈ ആദ്യഘട്ടത്തിൽ അവർക്ക് പോലീസിനോട് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് പ്രത്യേക ടീം വരുന്നു. ഇപ്പോൾ ഇന്ന് കോടതി വളരെ പ്രശംസിച്ച അടുത്തിടയ്ക്ക് നമ്മൾ കോടതി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആദ്യമായിട്ട് പോലീസിന് ഇങ്ങനെ പ്രശംസിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. എങ്ങനെയായിരുന്നു അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം? പോലീസിനോട് ആദ്യഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന വിരോധം മാറ്റുന്നതിന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ശില്പ മാഡം എന്നെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഇത് എൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് അന്വേഷിക്കുമെന്ന് അന്ന് അമ്മയോട് വാക്ക് കൊടുത്തു. അത് ഇന്ന് അവർ കോടതിയിൽ വെച്ച് എന്നോട് പറയുകയുണ്ടായി. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഓരോ ടീം അംഗങ്ങളും, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോൺസൺ, രാസിത്ത്, ബാക്കി ഷാജഹാൻ, ബാക്കി സജ്ജി തുടങ്ങി അവസാനം വരെ ആൽവിൻ വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവരവരുടെ കുടുംബത്തിൽ നടന്ന ഒരു വിഷയത്തെ കാണുന്ന രീതിയിൽ തന്നെയാണ് ഈ കേസ്. ഇന്ന് കോടതി മുറിക്കാത്ത അച്ഛൻ്റെ അമ്മയുടെ കരച്ചിൽ നമ്മൾ കാണുമ്പോൾ നമുക്കും വളരെ വൈകാരികമായി വിഷമം വരുന്ന സാറിന് അത് സാക്ഷിയായപ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്കും ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാനും ഒരു പിതാവാണ്. എനിക്കും ആ ഒരു ഫീലിംഗ് തന്നെയാണ് തുടക്കം മുതലേ ഉള്ളത്. ഇതിന് അവർക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. യഥാർത്ഥം അഭിനന്ദനം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കാരണം അത്രയും ഗംഭീരമായിട്ട് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചു. താങ്ക് യു. അപ്പോൾ അന്ന് കേസ് അന്വേഷിച്ചതിന് നേതൃത്വം നൽകിയ ഇപ്പോൾ അദ്ദേഹം ട്രാഫിക് SP ആണ്, സുൽഫിക്കർ സാറാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ കോടതിയുടെ മുമ്പാകെ നമുക്ക് കാണാം വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഈ കോടതി മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ വിധി വരുന്നത്, ഈ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇന്ന് കോടതി മുന്നിലേക്കൊക്കെ എത്തിയിരുന്നു. ഇവിടെ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. കാരണം ഇതൊരു നെയ്യാറ്റിൻകര ജംഗ്ഷനിൽ നിന്നും ഒരു ഇടുങ്ങിയ റോഡാണ് ഈ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. അവിടെ ട്രാഫിക് ബ്ലോക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന തരത്തിൽ അത്രയും ആളുകൾ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇവിടേക്ക് എത്തിയിരുന്നു. നെയ്യാറ്റിൻകര പാറശാല ഷാരോൺ കൊലക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധിപ്രസ്താവം ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് കോടതി കൃത്യമായി ഇതിനെ കണ്ടു. കാരണം ഒരു ക്രൈം നടന്ന് അത് പരാജയപ്പെട്ടു. പ്രണയം നടിച്ചുകൊണ്ട് പ്രണയത്തിൻ്റെ വലയിൽ കുടുക്കി ഷാരോൺ എന്ന അതിനിടയ്ക്ക് കോടതി പറയുന്നൊരു കാര്യമുണ്ട്. കോടതി കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ പറഞ്ഞു ഈ ഷാരോൺ അനുഭവിച്ച ശാരീരിക വേദനയെക്കുറിച്ച് പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ കോടതിയെ പറഞ്ഞിരുന്നു. അതിനുശേഷം കോടതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നും കൂടെ പരിശോധിച്ചു. അപ്പോഴാണ് ഇന്ന് അഡീഷണൽ സെഷൻസ് ജഡ്ജി AM ബഷീർ പറഞ്ഞത് ഷാരോണിൻ്റെ ചുണ്ട് മുതൽ ഷാരോണിൻ്റെ ലൈംഗികാവയവം വരെ അവിടെ വരെ പെയിനായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കാരണം അത്രമേൽ വേദനയാണ് ഈ 11 ദിവസം ഷാരോൺ അനുഭവിച്ചത്. പക്ഷേ ഈ വേദന അനുഭവിക്കുമ്പോഴും ഒരു തരത്തിലും ഈ ഗ്രീഷ്മയെ ഒരു സംശയം തോന്നിയെങ്കിൽ കൂടി തള്ളിപ്പറയാനോ വെറുക്കാനോ ഷാരോൺ തയ്യാറായില്ല. അത്രമേൽ സ്നേഹം ഷാരോണിന് ഗ്രീഷ്മയോട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കോടതി കൃത്യമായി പറയുന്നുണ്ട്. ഗ്രീഷ്മയുടെ അഭിഭാഷകനും കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഷാരോൺ വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, ഒരു ആൻറ്റി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ ബന്ധത്തിൽ നിന്നും ഒരു തരത്തിലും ഗ്രീഷ്മ പുറത്തു പോകരുത് എന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് എത്തിയത് എന്ന അടക്കമുള്ള പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെ ഇന്ന് പക്ഷേ കോടതി പൂർണ്ണമായി തള്ളി. കാരണം ഈ ഗ്രീഷ്മ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനോ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ യാതൊരുവിധ തെളിവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 150-ലധികം മെസ്സേജുകൾ കോടതി പരിശോധിച്ചു. ഈ മെസ്സേജുകളിലൊന്നും യാതൊരുവിധ, അതായത് ഈ ഷാരോൺ ഗ്രീഷ്മയെ അങ്ങേയറ്റം ഹറാസ് ചെയ്തതിൻ്റെയോ ടോർച്ചർ ചെയ്തതിൻ്റെയോ അങ്ങനെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അതേസമയം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇവർ ഇടപെട്ടിരുന്നത്. പലപ്പോഴും വീട്ടിലേക്ക് വിളിച്ച് വരുത്തി ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നൊരു വാഗ്ദാനം
നൽകിയാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചത് എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദത്തെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് ഏറ്റവും പ്രധാനം, സാധാരണ നമുക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു പെൺകുട്ടിയാണ്, പ്രായമാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഇത്തരം സ്വാഭാവികമായ ഇത്തരം ഘടകങ്ങൾ ഒരുപക്ഷെ വിചാരണ കോടതി ശിക്ഷാ ഇളവിന് വേണ്ടി പരിഗണിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അനു സൂചിപ്പിച്ച പോലെ തന്നെ 2022 ഒക്ടോബർ 14 ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അന്നാണ്. തുടർന്ന് 11 ദിവസങ്ങൾക്ക് ശേഷം ഷാരോൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണങ്ങളിലാണ് ഇതൊരു കൊലപാതകമെന്ന നിലയിലേക്ക്, ആസൂത്രിതമായ ഒരു കുറ്റകൃത്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ 2022 ഒക്ടോബർ 14 വിഷം കലർന്ന കഷായം കുടിക്കുന്നത്. പിന്നീട് തെളിവുകൾ വിലയിരുത്തിയത് വളരെ പോസിറ്റീവായിട്ടാണ്. അദ്ദേഹം എല്ലാം വിലയിരുത്തിയ ശേഷം നല്ലൊരു പണിഷ്മെന്റ് അവാർഡ് ചെയ്തു. അത് വളരെ സന്തോഷമുണ്ട്. വിധി പ്രസ്താവിക്കുമ്പോൾ ആദ്യം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം അഭിനന്ദിക്കുന്ന സാഹചര്യമുണ്ട്. എത്രത്തോളം അഭിമാനമുണ്ട്? വളരെ അഭിമാനമുണ്ട്. കാരണം കേരള പോലീസിനെ അഭിനന്ദിക്കാനായിട്ട് ഈ കേസ് ഒരു കാരണമായി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് നമുക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ കേരള പോലീസിനും ഇതൊരു അഭിമാന നിമിഷമാണ്. ഏറ്റവും നിർണായകമായ ഒരു കേസിൽ ഏറ്റവും കൃത്യമായി തന്നെ അന്വേഷണം നടത്തുകയും തെളിവുകൾ ശേഖരിച്ച് അത് വേണ്ട രീതിയിൽ കോടതിയിൽ അവതരിപ്പിച്ച് സമർത്ഥിച്ച് പ്രതിക്ക് ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ വാങ്ങി കൊടുക്കാൻ ഈ അന്വേഷണത്തിലൂടെ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അഭിമാനം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. കോടതിയും കൃത്യമായി തന്നെ ഈ കേസ് വാദിക്കുന്ന സമയത്ത് കേസിൻ്റെ വാദങ്ങൾക്കിടയിൽ വിധി പ്രസ്താവത്തിനിടയിലൊക്കെ തന്നെ പോലീസിനെ കൃത്യമായി അഭിനന്ദിക്കുന്ന സാഹചര്യം നമ്മൾ കോടതിയിൽ നിന്നും കണ്ടതാണ്. ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. ഡിജിറ്റൽ എവിഡൻസും അതുപോലെ തന്നെ മെഡിക്കൽ എവിഡൻസ്, സയന്റിഫിക് എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എല്ലാം ചേർന്ന് ഉള്ള ഒരു സക്സസ്ഫുള്ളായിട്ട് മാക്സിമം എഫർട്ടായിട്ട് കേരള പോലീസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒരു മാക്സിമം പണിഷ്മെൻറ്റ് കിട്ടിയതിൽ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും പോലീസ് എടുത്തിട്ടുള്ള ആ എഫേർട്ടിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായതിൽ കൃത്യമായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൻ്റെ വിധി പ്രസ്താവത്തിൽ ഉൾപ്പെടെ പോലീസിനെ അഭിനന്ദിക്കാൻ കോടതി വിമുഖത കാണിച്ചില്ല. കൃത്യമായി തന്നെ പോലീസ് ഈ കേസിൽ വേണ്ട രീതിയിലുള്ള അന്വേഷണം, കാലത്തിനനുസരിച്ചുള്ള അന്വേഷണം നടത്തി എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതിന് പ്രത്യേകമായ അഭിനന്ദനവും നൽകി പോലീസിന്. ശേഷം പ്രീവിയസ് ഒരു ആന്റിസിഡൻസ് ഈ പ്രതിക്കില്ല എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു വാദമുഖം കൂടി കോടതി ഈ ജഡ്ജ്മെന്റിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഗ്രീഷ്മ. ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘത്തിന്, പോലീസിന്, ഒപ്പം തന്നെ കേസിൻ്റെ പ്രോസിക്യൂഷൻ വിഭാഗത്തിന് എല്ലാവർക്കും അവർ പ്രതീക്ഷിച്ച വിധിയുണ്ടായി. കുടുംബവും അതുതന്നെയാണ് പറയുന്നത്. കോടതിക്ക് പുറത്ത് വാവിട്ട് കരഞ്ഞ ഷാരോണിൻ്റെ അമ്മ പ്രതികരിച്ചത്, ദൈവം നീതിമാനായ ജഡ്ജിയുടെ രൂപത്തിൽ ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കി. തൻ്റെ നിഷ്കളങ്കമായ മകനെ കൊന്നുകളഞ്ഞ ആൾക്ക് അർഹിക്കുന്ന മാതൃകാപരമായ ശിക്ഷ നൽകി എന്നതാണ്. അതേ അഭിപ്രായം തന്നെയാണ് ഈ കേസ് അന്വേഷണം നടത്തിയ പോലീസിനും ഒപ്പം തന്നെ വാദമുഖങ്ങൾ ഉന്നയിച്ച പ്രോസിക്യൂഷനും ഒക്കെ പറയാനുള്ളത്. എന്തായാലും കേസിൻ്റെ നാൾവഴികളിൽ ഏറ്റവും നിർണായകമായ ഒരാൾ, അത് നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഷാരോണിൻ്റെ സുഹൃത്തായിരുന്നു. ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയതിനെ പറ്റിയും ജ്യൂസ് കുടിച്ചതിന് ശേഷം ഷാരോൺ ഛർദ്ദിച്ചതിനെ പറ്റിയും ഒക്കെ തന്നെ കൃത്യമായ മൊഴി നൽകിയ ഷാരോണിൻ്റെ സുഹൃത്ത് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു വ്യക്തിയാണ്. റിജിൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത് ഈ വിധിയിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അത്തരം വിധി ഉണ്ടായതിൽ സന്തോഷമുണ്ട് എന്ന നിലയിൽ പ്രതികരിക്കുകയും ചെയ്തു. കേസിൻ്റെ നാൾവഴികളിൽ 2022 ഒക്ടോബർ 14 വിഷം കലർന്ന കഷായം കുടിക്കുന്നു ഷാരോൺ. ശേഷം ആശുപത്രിയിലാകുന്നു. 11 ദിവസമാണ് ആശുപത്രിയിൽ. കോടതി സൂചിപ്പിച്ച പോലുള്ള വേദന, ചുണ്ടു മുതൽ ലൈംഗിക അവയവം വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ കടുത്ത വേദന അനുഭവിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടക്കുന്നത്. ഒക്ടോബർ 17 ആരോഗ്യനില വഷളാകുന്നു. അതിനുശേഷം ഒക്ടോബർ 25 ആന്തരിക അവയവങ്ങൾക്ക് ഒന്നൊന്നായി പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യത്തിലെത്തുകയും മരണം സമാഗതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഒക്ടോബർ 30 ഗ്രീഷ്മ, അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മലകുമാരൻ നായർ ഗ്രീഷ്മയുടെ അച്ഛൻ എന്നിവരെ ചോദ്യം ചെയ്യുന്നു പോലീസ് അന്വേഷണ സംഘം. ഒക്ടോബർ 31 ഗ്രീഷ്മയെ പാറശാലയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പോലീസ്. നവംബർ 1 നിർണായക തെളിവായ വിഷക്കുപ്പി പ്രതിയുടെ വീടിന് സമീപത്തെ രാമവർമ്മൻ ചിറയിൽ നിന്നും കണ്ടെത്തുന്നു.
ഒപ്പം തന്നെ നവംബർ 3-ന് തമിഴ്നാടിൻ്റെ സഹകരണം തേടാമെന്ന് കേരള പോലീസ് വ്യക്തമാക്കുകയും തുടർന്ന് അന്വേഷണം തുടരാമെന്ന് നിയമോപദേശം ലഭിക്കുകയും ചെയ്യുന്നു. നവംബർ 4-ന് ഗ്രീഷ്മയെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുന്നു. നവംബർ 6-ന് കഷായമുണ്ടാക്കിയതെന്ന് കരുതുന്ന പാത്രവും കളനാശിനിയുടെ അവശിഷ്ടവും അടക്കം കണ്ടെടുക്കുന്നു. തുടർന്ന് കൃത്യമായ വിചാരണ നടപടികളിലേക്ക് പോകുന്നു. ഒടുവിൽ ഇന്നിപ്പോൾ ഇതാ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുന്നു, ഗ്രീഷ്മ കരുതിക്കൂട്ടി ആസൂത്രിതമായി വളരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി എന്ന നിലയിൽ തന്നെ ഇടപെടുകയും പ്രോസിക്യൂഷൻ്റെ വാദം, അതായത് ചെകുത്താൻ്റെ മനസ്സാണ് ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നത് എന്നതിനെ അടിവരയിടുന്നത് പോലെ തന്നെ ഷാരോൺ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മയ്ക്കെതിരെ യാതൊരു തരത്തിലുള്ള ദുസൂചകമായിട്ടുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല, അല്ലെങ്കിൽ കുറ്റം ചെയ്തത് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള കടുത്ത പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല. ആ ഘട്ടത്തിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഗ്രീഷ്മ എങ്ങനെയെങ്കിലും ഷാരോണിനെ ഒഴിവാക്കണമെന്നുള്ള നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ ചാറ്റ്, അതോടൊപ്പം തന്നെ ഇവർ പങ്കുവച്ചിട്ടുള്ള സംസാരം, അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ, സാങ്കേതിക തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസിൽ അസാധാരണമായി നൽകുന്ന ഒരു വിധി പ്രസ്താവം, പരമാവധി ശിക്ഷ നൽകിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. 3-ാം പ്രതിയായിട്ടുള്ള നിർമ്മലകുമാരൻ നായർക്ക് തടവും അതോടൊപ്പം തന്നെ 3 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് കോടതി. എന്നാൽ നേരത്തെ ഈ 2-ാം പ്രതിയായിരുന്നിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തിയിരുന്നു കോടതി. എന്തായാലും ഇപ്പോൾ പോലീസിനും പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ഷാരോണിൻ്റെ കുടുംബത്തിനുമൊക്കെ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളോടൊപ്പം VS അനു തുടരുന്നുണ്ട്. അനു, അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ സെഷൻസ് കോടതി ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. വധശിക്ഷ, പരമാവധി ശിക്ഷ നൽകിയിരിക്കുന്നു. ഇനി ഇതിൽ ഗ്രീഷ്മയ്ക്ക് അല്ലെങ്കിൽ പ്രതിഭാഗത്തിനുള്ള സാധ്യതകൾ എന്താണ്? ഒപ്പം തന്നെ ഈ 2-ാം പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ കോടതിയെ സമീപിക്കില്ല എന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർന്നുള്ള നിയമ നടപടികൾ എങ്ങനെയായിരിക്കും? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് വിലയിരുത്താനാകുക? ഏതായാലും ഈ ഷാരോൺ കൊലക്കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്കാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ അഡീഷണൽ സെഷൻസ് കോടതികൾ വധശിക്ഷ വിധിക്കുമ്പോൾ അത് യഥാർത്ഥ രീതിയിൽ അത് വധശിക്ഷ നടപ്പിലാക്കണം എന്ന രീതിയിൽ വരണമെങ്കിൽ അത് ഹൈക്കോടതി അംഗീകരിക്കണം. അത്തരം നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതേസമയം സ്വാഭാവികമായും ഈ ഉത്തരവിനെതിരെ, ഈ വിധിക്കെതിരെ ഗ്രീഷ്മയുടെ അഭിഭാഷകരും അപ്പീലിന് പോകാനുള്ള, ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഏതായാലും അത്തരം നടപടികൾ ഇനി ഹൈക്കോടതിയിലാകും ഇത് സംബന്ധിച്ച മറ്റ് നിയമ പോരാട്ടങ്ങൾ നടക്കുക. ഏതായാലും ഇന്ന് കുടുംബം ആഗ്രഹിച്ച, അല്ലെങ്കിൽ കുടുംബം കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഉണ്ടായത്. നമുക്കറിയാം, ഈ കേസിൻ്റെ അന്തിമ വാദത്തിൽ തലേ ദിവസം വരെ ഇങ്ങനെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ ആവശ്യപ്പെടുമോ എന്നുള്ള ചോദ്യങ്ങളോട് പ്രോസിക്യൂഷൻ കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല. കാരണം അങ്ങനെ ആവശ്യപ്പെടാനുള്ള സാധ്യത അവർ കൃത്യമായി പറഞ്ഞിരുന്നില്ല. അങ്ങനെ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കാരണം ഈ പെൺകുട്ടിയാണ്, 22 വയസ്സാണ്, ക്രൈം ചെയ്യുമ്പോൾ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുമ്പോൾ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വളരെ കൃത്യമായി, ഇന്നലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോടതി കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട 586 പേജുള്ള വിധിപ്രസ്താവം എടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നു. ഈ ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അഭിഭാഷകനും ഉന്നയിച്ച ഓരോ കാര്യങ്ങളും കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞത്, ഇങ്ങനെ ഒരു ഏറ്റവും വലിയ ശിക്ഷ നൽകുന്നതിന് കോടതി നിർബന്ധിതരാക്കപ്പെടുന്നു എന്ന് കോടതി ഒരു ഘട്ടത്തിൽ വാക്കാൽ പരാമർശം നടത്തിയിരുന്നു. അങ്ങനെ ഈ ഗ്രീഷ്മ മുന്നോട്ട് വെച്ച എല്ലാ ഈ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി ഗ്രീഷ്മ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും കോടതി തള്ളിക്കളയുന്നു. മാത്രമല്ല, ഷാരോൺ ടോർച്ചർ ചെയ്തിരുന്നു അല്ലെങ്കിൽ അടിച്ചിരുന്നു എന്നതടക്കം ഗ്രീഷ്മ ഉന്നയിച്ച വാദങ്ങളൊക്കെ തന്നെ തെളിവുകളില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തള്ളിക്കളയുന്നു. അങ്ങനെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ കൃത്യമായി മുഖവിലേക്ക് എടുത്തുകൊണ്ട് അത് കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകിക്കൊണ്ട് ഇന്ന് കോടതി ഉത്തരവായിരിക്കുന്നു.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്ന മറ്റ് ചില കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം പ്രതിഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ, അതിൽ സുപ്രധാനമായി ഉന്നയിച്ചത് ഷാരോൺ നിരന്തരമായി ശല്യപ്പെടുത്തുകയായിരുന്നു, ഒഴിഞ്ഞു പോകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നടന്നില്ല, അതിനുശേഷമാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ പ്രതിഭാഗം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അനുസൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ഇതിനെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ ഈ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് പ്രായത്തിൻ്റെതായ ഇളവ്, കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു, പ്രായത്തിൻ്റെതായ ഇളവ്, പഠിക്കാനുള്ള സാഹചര്യം, അവസരമൊരുക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും അതിൻ്റെ ഭാഗമായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് കൃത്യമായ തെളിവുകൾ, അത് ഡിജിറ്റൽ തെളിവുകൾ, ഒപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ, ഒപ്പം സാഹചര്യ തെളിവുകൾ, ഇത് മൂന്നും വളരെ കൃത്യമായി തന്നെ സമർപ്പിക്കാനും അതിനെ കൃത്യമായി തന്നെ പരിശോധിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആ പരിശോധന കോടതിയും ഏറ്റവും കൃത്യമായി തന്നെ നടന്നിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഗൗതം, തീർച്ചയായും അത്തരം കാര്യങ്ങളെ കോടതി ഇന്ന് വളരെ കൃത്യമായി എടുത്തു പറഞ്ഞു. കാരണം 48 സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെ പ്രൂവ്ഡ് ആണ് എന്നാണ് കോടതി ഇന്ന് വാക്കാൽ പരാമർശം നടത്തിയത്. 48 സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞു എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി കോടതിയിൽ ഹാജരാക്കി. അതിനെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അന്വേഷണ സംഘത്തെ കോടതി അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. കാരണം ഈ പാരസെറ്റമോൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സാഹചര്യങ്ങൾ, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിൻ്റെ ബ്രൗസ് ഹിസ്റ്ററികൾ, അങ്ങനെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടെ നിരത്തിയാണ് ഈ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകുന്നതിന് ഇടയാക്കിയ പ്രോസിക്യൂഷൻ വിജയത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ കൃത്യമായ തെളിവുകളുടെ ശേഖരണവും അതിൻ്റെ പ്രസൻറ്റേഷനുമാണ്. അത് വളരെ കൃത്യമായി അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയിൽ നടത്തി. അതിൻ്റെ ഒരു കൃത്യമായ ഈ ഘട്ടത്തിൽ ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. അതായത് കോടതി അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യം, അതായത് ഗ്രീഷ്മ തന്നെ തെളിവുകൾ ചുമന്ന് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഈ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ട് ബ്രൗസ് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വിഷം നൽകുന്നത് സംബന്ധിച്ച്, ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് സംബന്ധിച്ച്, ഇത് എത്ര ദിവസം എടുക്കുമെന്ന് സംബന്ധിച്ചൊക്കെ തന്നെ ഗ്രീഷ്മ സെർച്ച് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിരഞ്ഞിരുന്നു എന്നും ആ വിശദാംശങ്ങൾ തേടിയിരുന്നു എന്നൊക്കെ ഈ ഡിജിറ്റൽ തെളിവുകളിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത് ഇത്രയും ആസൂത്രണം നടത്തിയ പ്രതി അത്തരം തെളിവുകൾ ബാക്കി വെച്ചത് ഈ കേസിന് ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യമായി മാറിയില്ലേ? ഗൗതം, ഇന്ന് ഈ കൊലപാതകം ബ്രൂട്ടലും അതുകൂടാതെ തന്നെ വെൽ പ്ലാൻഡും ബ്രില്യൻലി എക്സിക്യൂട്ടഡ് എന്നാണ് ഇന്ന് കോടതി മുറിയിൽ ഇന്ന് ജഡ്ജി AM ബഷീർ പറഞ്ഞത്. അതായത് ബ്രില്യൻലി എക്സിക്യൂട്ടഡ് ചെയ്ത ഒരു കൊലപാതകമാണെങ്കിൽ കൂടി തനിക്കെതിരായ തെളിവുകൾ താൻ ചുമന്ന് നടക്കുന്നു എന്ന് ഒരു ഘട്ടത്തിലും, അതായത് കൃത്യം നടത്തി പോലീസ് പിടിക്കപ്പെടുന്നത് വരെ പ്രതി അറിഞ്ഞിരുന്നില്ല എന്ന് കോടതി പറയുന്നു. അതായത് ഈ സാഹചര്യ തെളിവുകൾ തനിക്കെതിരെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം പ്രതി തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അത് തിരിച്ചറിഞ്ഞത് അന്വേഷണ സംഘമാണ്. അന്വേഷണ സംഘം വളരെ കൃത്യമായ തെളിവുകൾ, വളരെ കൃത്യമായി ഗ്രീഷ്മയെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ കോടതി ഇന്ന് മുക്തകണ്ഠം പ്രശംസിച്ചത്.